അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ വീഡിയോ ഇടാനൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, ചിലരെൻ്റെ അടുത്ത് ചോദിച്ച് എന്താ വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. അങ്ങനെ അധികം സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്താണ് വീഡിയോസ് ഇടാത്തത്, ഇപ്പോൾ ഒന്നും കാണാനില്ല. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ 2 ദിവസമേ ഉള്ളൂ, 2 ദിവസമല്ല, ഇന്നലെ ആയുള്ളൂ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട്. ഇന്നും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിങ്ങൊന്നൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു തുടക്കമാവട്ടെ. അപ്പം ഇതൊരു സാറ്റർഡേ ആണ്. അപ്പം അച്ഛനും മോനും ഒക്കെ വീട്ടിലുണ്ട്. സോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കി. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് പുട്ടാണ്. പുട്ട്, പഴമുണ്ട്, പിന്നെ മീൻകറിയുണ്ട്. വസുവിന് മീൻകറി വെച്ച് കഴിക്കില്ല. വസുവിന് പഴവും നമുക്ക് മീൻകറിയാണ് കേട്ടോ. അപ്പം രാവിലെ വസുവിന് ഡ്രോയിങ് ക്ലാസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. പക്ഷേ വസുവിന് ഡ്രോയിങ് ക്ലാസ്സിന് വിട്ടതിന് ശേഷം ശനി ഞായറെല്ലാം ഒരുപോലെ തന്നെ എണീറ്റാലേ നടക്കുള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര രാവിലെയൊന്നുമില്ല, കുറച്ച് അടിപ്പടിയൊക്കെ തന്നെ എണീക്കുന്നത്. പക്ഷേ സ്കൂളിൽ പോകുന്ന അത്രയും നേരത്തെ എണീറ്റ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ രാവിലെ എണീക്കാൻ എനിക്ക് പൊതുവേ മടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്ത് പുട്ടാണ്? ഗോതമ്പ് പുട്ടും. ഞാനങ്ങനെ ഗോതമ്പ് പുട്ടിൻ്റെ ഫാനൊന്നും അല്ല. പിന്നെ പണ്ടൊക്കെ നമുക്ക് ഓരോരോ ഇഷ്ടങ്ങളുണ്ടാവും. ഇപ്പം എന്തെങ്കിലും, കാരണം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് വിശപ്പടക്കാൻ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള രീതിയാണ് കേട്ടോ. എൻ്റെ പുട്ടുകുടത്തിൻ്റെ പരുവം കണ്ടോ? ആ പുട്ടുകുടം നമ്മൾ ആവിക്ക് വയ്ക്കും, ആവി പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ച് ഒരു ദിവസം കരിഞ്ഞ് പറന്നതാണ് ആ മഞ്ഞ കളറിലിരിക്കുന്നത്. പക്ഷേ അത് ഊട്ട വീഴുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ പുട്ടാണ് നമ്മൾ അവിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഞാൻ ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മധുരം കുറച്ചൊരു ചായയും പുട്ടും. ചായ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല രാവിലെ എത്രയൊക്കെ തന്നെ ആണെങ്കിലും. പിന്നെ 2 നേരം എന്നുള്ളത് ഞാൻ ഒറ്റ നേരത്തേക്കാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ചായ കൂടി. അങ്ങനെ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വസു എണീക്ക്. അച്ഛൻ്റെ അടുത്താണ് പറയുന്നത്, വസുവിനെ എണ്ണിപ്പിക്കുക. അല്ല, വസു എണ്ണിക്കില്ല, വസു സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ ഡ്രോയിങ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസു ചാടി എണീറ്റ്. അങ്ങനെ ഒരു 2 സ്പൂൺ കഷ്ടിയാണ് കേട്ടോ ഞാൻ മധുരം ഇട്ടിരുന്നത്. ഷുഗർക്ക് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്കിതിങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോഴപ്പോഴാണ് ഇങ്ങനെ തുടച്ചിരിക്കുന്നത്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഒരു ഹാബിറ്റായിട്ട്? നല്ല ഹാബിറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ ആയിക്കോട്ടെ. അങ്ങനെ പുട്ടും മീൻകറി, മറ്റേ ചെറിയ അയിലയാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ കണ്ണി അയില എന്ന് പറയും. അപ്പം അതിൻ്റെ കറി വെച്ചതും പുട്ടും, ഗോതമ്പ് പുട്ടും. ഏട്ടൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ അത്, ഗോതമ്പ് പുട്ടും. പിന്നെ എന്തെങ്കിലും കറി, പഴം വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി നമ്മൾ കഴിച്ചില്ല. ആദ്യം തന്നെ വസുവിന് കൊടുത്തതിന് ശേഷം വസുവിനത് കുളിപ്പിച്ച് റെഡിയാക്കി നമ്മളിത് ഡ്രോയിങ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് വിടാണ് കേട്ടോ. ഇപ്പം ഞാൻ കൂടി കയറിപ്പോയതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് റൂഫിംഗ് ഷീറ്റൊക്കെ അടിച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രഷർ പമ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിൽ ഉണ്ടായിരുന്നു കേട്ടോ, അത് ചീത്തയിപ്പോയി. അതുകൊണ്ട് നമ്മളിത് നമ്മുടെ അടുത്തൊരു കടയിൽ ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി 2 എടുത്തു. അങ്ങനെ എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ബാക്കിൽ ഒരാൾ പിടിച്ചുകൊണ്ടിരിക്കാനും വേണമല്ലോ, അത് കരുതിയാണ് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് വന്നതിന് ശേഷം നമ്മളതായിരുന്നു പുട്ടും മീൻകറിയും കഴിക്കാനായിട്ട്. ഏട്ടൻ കാര്യത്തെ ഇരുന്ന് ചട്ടിയിലൊക്കെ ഇട്ട് നല്ല വിരവി. ഏട്ടന് കുറേ ഗ്രേവി വേണം, പക്ഷേ ഞാൻ ചൂടാക്കിയപ്പോഴേക്കും കുറച്ചൊന്നും ഇങ്ങനെ തിക്കായിപ്പോയി. അതുകൊണ്ടാണ് ഇതിനെല്ലാം പെറുക്കിയിട്ട് അതിനകത്തിട്ട് അങ്ങ് പരട്ടി കഴിക്കാനായിട്ടാ. സാധാരണ ഞാനാണ് ഇവിടെ ചട്ടി വടിക്കാറ്, പക്ഷേ ഈ പ്രാവശ്യം ഏട്ടൻ എടുത്തോട്ടെ സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കണം. അപ്പം എൻ്റെ അടുത്ത് പറയാം, മീനിൻ്റെ മുള്ള കിടക്കണം. ഞാൻ പറഞ്ഞാൽ അത്ര പ്രശ്നമുള്ള മുള്ളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം കൂടിയായിരുന്നു. പ്രശ്നമുള്ള മുള്ളൊന്നും അല്ല, കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ കൂടിയുണ്ട്. അതോടെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉച്ചത്തേക്കുള്ള ലഞ്ച് നമുക്ക് തയ്യാറാക്കാം. മീൻ ഞാൻ ഇന്നലെ എല്ലാം പരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഐസായിട്ടിരിക്കണം. വെള്ളം തരുമോ? മെൽറ്റ് ആവട്ടെ. വെള്ളം തരാം. നമുക്ക് ആടി കളയാം. എന്നാണ് ആടി? തിങ്കളാഴ്ചയാണ് ചിങ്ങം 1. അപ്പം ഇന്നും നാളെയും കൂടെ ആയിട്ട് നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റൂഫ് നമുക്ക് അടിച്ച് വൃത്തിയാക്കി കഴുകേണ്ടതായിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് കുറച്ച് എക്സ്ട്രാ ജോലികളുണ്ട്.
അതുകൊണ്ടാണ് ഇന്നലെ ലഞ്ച് ഓൾമോസ്റ്റ് എല്ലാം മീൻസ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് ചൂടാക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ സമയം വന്നിട്ട് 12 മണിയായിട്ടുണ്ട്. ആ 1 മണിക്ക് ബസ്സിന് വിളിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നിന്ന് കഴിവാം. ഏട്ടൻ പോവും, ഞാൻ പോവാ വിളിക്കാൻ? നീ പോ, ഞാൻ വേഗം മൊത്തം. ആ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് തുണി വിരിക്കാനുണ്ട്, തുണി വിരിക്കണം. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ജോലികൾ. ഇപ്പം നമുക്കിന്ന് ആടികളെ ട്രിവാൻഡ്രത്ത് ആടി കളയാന്നാട്ടോ പറയുന്നത്. എൻ്റെ നാട്ടിൽ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാറില്ല. നമ്മൾ വൃത്തിയാക്കും അത്ര തന്നെ. ഇവിടെ ഇങ്ങനെ കർക്കിടകത്തിന്റെ ലാസ്റ്റ് ഡേ ആടി കളയാന്ന് പറയും. അപ്പോ നമുക്കിനി ജോലികൾ ചെയ്യാം. കുറേ ചെടി ഞാൻ മേളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് കുറച്ചും കൂടെ പിക്കാൻ എനിക്ക് സൗകര്യം. അപ്പൊ അതിന്റെ പുകയും വലിയൊക്കെ നല്ല പൂ പിടിച്ചിട്ടുണ്ട്. യെസ്, കണ്ടോ? ഇതും പിന്നെ ഒന്നുകൂടി ഉണ്ട്. ഈ കാണുന്നത് കേട്ടോ, കണ്ടോ? ഇതും പൂ പിടിച്ചിട്ടുണ്ട്. യെസ്. അപ്പോ പിന്നെ ഞാനൊരു ഓറഞ്ച് വാങ്ങിച്ച്, പക്ഷെ അത് കൊള്ളൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒന്നുണ്ടായിരുന്നു, മീൻസ് 2 കായ ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചപ്പോൾ. അതൊരു വിധം ഓറഞ്ച് കളറായി വന്നപ്പോഴേക്കും വസുവിനെ പറിച്ചെടുത്തു. പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ നിൽക്കണു. എന്താകും ഇപ്പൊ മേടിച്ചപ്പോ 1 മാസം മേലെയല്ലേ ഏട്ടാ ഇത് മേടിച്ചിട്ട്? പക്ഷെ യാതൊരുവിധ മാറ്റവും കാണുന്നില്ല. എന്തായാലും ഇങ്ങനെ കുട്ടി കുട്ടി ഇതേ മുളയൊക്കെ കാണാമോ എന്ന്. ചെറിയ ചെറിയ മുളയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നുണ്ട് കേട്ടോ. പൊട്ടി കിളിക്കുന്നുണ്ട്. പിന്നെ ഈ വഴുതനങ്ങ എന്തൊരു വഴുതനങ്ങയാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഇതുവരെ പൂക്കും, ആ പൂ അങ്ങ് കൊഴിഞ്ഞു പോവും. ഇതാണെങ്കിലും പൂവുണ്ട്, പക്ഷെ ആ പൂ കൊഴിഞ്ഞു പോവാറാണ് പതിവ്. ഇവിടെയും ഒരു പൂവുണ്ട്, അത് കൊഴിഞ്ഞു പോകും. പിന്നെ ഈ വെണ്ടയ്ക്കയും ഈ പച്ചമുളകും നല്ല കായ്ക്കാറുണ്ട്. ഈ മുളകും എന്ന് പൂക്കും. ഈ വെണ്ടയ്ക്കയിലും ഇപ്പോഴും ഒരു കുട്ടി വെണ്ട നിൽപ്പുണ്ട്. പിന്നെ എൻ്റെ വടംകല്ലി മുളകിനകത്തുനിന്ന് എനിക്ക് ഒരു 2 മുളക് കിട്ടിയിട്ടോ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന സാധനം ഈ വടംകൊല്ലിയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. എന്തായാലും അതെന്നെ ചതിച്ചില്ല. എനിക്ക് അതിനകത്തുനിന്ന് 2 മുളക് എനിക്ക് കിട്ടി. ഞാൻ മീൻകറിയിൽ ഇടുകയും ചെയ്തു. പിന്നെ ഇത് ഈ പച്ചമുളകിനകത്ത് നല്ല പച്ചമുളക് പിടിച്ചു കേട്ടോ. ഇപ്പൊ അതിനെന്തോ സംഭവിച്ചു, എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ പണിയൊക്കെ ഇവിടെ തുടങ്ങിട്ടോ. ഇതെല്ലാം നല്ല കരിയില പിടിച്ച് കിടക്കുകയായിരുന്നു. സാധാരണ നമ്മൾ ബ്ലോവർ വെച്ച് ഈ കരിയില കളയും. പക്ഷേ ഈ മഴ പെയ്ത് അതിനകത്ത് ഫുള്ള് ഇങ്ങനെ പച്ച ഇത് പിടിക്കൂലേ, പായൽ പിടിക്കൂലേ, അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചിങ്ങനെ അടിച്ച് കഴുകാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ റബ്ബർ നിൽക്കുന്നതുകൊണ്ട് ഉള്ള ഇല മൊത്തം നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്കാണ്. എന്തായിക്കോട്ടെ, പക്ഷെ തണലുണ്ട്, അതൊരു വാസ്തവം തന്നെയാണ് കേട്ടോ. പിന്നെ ഇരുന്ന കുറച്ച് തുണിയൊക്കെ കൊണ്ട് ആറാൻ വേണ്ടിയിട്ട് വയലത്ത് കൊണ്ടിടുകയാണ്. നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. ഈ തുണി കഴുക്കാണ് ഈ മഴ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ അതിന് ശേഷം ഞാൻ താഴെ വന്ന് മീനൊക്കെ അപ്പോൾ തണുപ്പൊക്കെ മാറി മീനിനെ ഞാൻ വറുക്കാൻ വേണ്ടി ഇട്ടിട്ടു കേട്ടോ. പിന്നെ വസുവിനെ വിളിച്ചിട്ട് ഞാൻ വന്നു അതിൻ്റെ ഇടയ്ക്ക് 1 മണിയായപ്പോഴേക്കും. അങ്ങനെ ഏട്ടന് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളത്തിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമെന്നാണ് ഏട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഒന്ന് കുടിച്ചു നോക്കിയെന്ന്. അപ്പോൾ ആദ്യം കുടിച്ചപ്പോൾ തോന്നിയില്ല, കുടിച്ച് പകുതി ആയപ്പോഴാണ് തോന്നുന്നത് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. എനിക്കൊന്ന് പഞ്ചസാരയുടെ ഒരു ചുവ ഉണ്ടായിരുന്നു. എന്തോ ഫ്രിഡ്ജിലാണ് ഞാൻ പഞ്ചസാര വെച്ചിരുന്നത്, പക്ഷേ സാധാരണ എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇതിനെന്തോ ഒരു പ്രശ്നം എനിക്കും തോന്നി. എന്തായാലും കൊച്ചു കുടിച്ചില്ല, ഞാനും ഏട്ടനും മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് പ്രശ്നമുള്ളത് നമ്മളെല്ലേ ബാധിക്കുള്ളൂ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും തോന്നുകയാണ് ഞാൻ കൊച്ചിന് കൊടുക്കില്ല കേട്ടോ. കണ്ട പെട്ടെന്നായിരുന്നു ഇതായി സംഭവിച്ചത്. അവിടെ നിന്ന് ഇങ്ങനെ കാല് തെന്നിപ്പോയി. ഈ ഭാഗ്യത്തിനൊന്നും പറ്റില്ല കേട്ടോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫാനൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം പ്രഷർ പമ്പ് വെച്ച് തന്നെ നമ്മൾ താഴ്ഭാഗമൊക്കെ മീൻസ് ഇൻ്റർലോക്കൊക്കെ ക്ലീൻ ചെയ്യാനോട്ടെ. ഇവിടെ ഫുള്ള് പച്ച പിടിച്ച് കിടക്കുകയായിരുന്നു. മഴ പെയ്ത് ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം വാസുദേവന് ഞാൻ കുറച്ച് ചോറ് കൊടുത്തു കേട്ടോ. ഇന്നത്തെ മെനു ചോറ്, ക്യാബേജ് തോരൻ, മീൻ ഫ്രൈ, രസം. ഇതൊക്കെ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ ഈ പണിയുടെ ഇടയ്ക്ക് ഒന്നും നടക്കില്ല. കിച്ചണിൽ പോകണം, പിന്നെ വസുവിൻ്റെ കാര്യം നോക്കണം, ഈ പണിയെല്ലാം കൂടെ നമുക്ക് ഭ്രാന്തെടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ച് ഒരുവിധമാക്കി അടുക്കളപ്പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെയൊക്കെ നമുക്ക് ബാക്കി പിന്നെയും നമുക്ക് പെട്ടെന്ന് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു.
ഇതിപ്പം ഇതെടുത്തപ്പോൾ രണ്ടുണ്ട് കാര്യം നമ്മൾ കാറും കൂടെ കഴിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് കഴിക്കാനിരുന്നത്. നമ്മുടെ ചോറ്, രസം, മീൻ വറുത്തത്, നത്തോലി മീനായിരുന്നു കേട്ടോ, ക്യാബേജ് തോരൻ, പിന്നെ ഇത് എൻ്റെ ഒരു ഉള്ളിയും മുളക് പൊടിയും എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊരു കുട്ടി സാലഡ് പോലെ, മീൻസ് ഒരു മുളക് ഞെവിടിയത് ഉണ്ടാക്കിയെടുത്ത്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പണിയിലേക്ക് കടന്നു. ഏത് പണിയാണ്, അല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റേ ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ പോയിട്ടോ. ഇവിടുത്തെ പ്രഷർ പമ്പില്ലേ, അത് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൊടുത്ത് വന്നതിന് ശേഷം നമ്മൾ ജനലെല്ലാം തുടച്ച് നല്ല ക്ലീനാക്കി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇന്നത്തെ പരിപാടി കേട്ടോ. ഇനി നാളെയും കുറച്ചുണ്ട്. നാളെ അങ്ങനെ അധികമായിട്ടില്ല. നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. നമ്മൾ കഴിഞ്ഞ സൺഡേയും കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞു. ഇനി നാളെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക മാത്രം ചെയ്താൽ മതി വീട്. അതോടുകൂടി നമ്മുടെ പരിപാടി ശരിക്കും നാളെയാണ് നമ്മൾ ആടി കളയുന്നത്. ഇങ്ങനെ വേസ്റ്റ് മീൻസ് വേസ്റ്റ് ഒന്നും വെക്കാൻ പാടില്ല, എല്ലാം കത്തിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ചിങ്ങമാസത്തെ നമ്മൾ വരവേൽക്കാൻ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. കർക്കിടകം ലാസ്റ്റ് അതായിരിക്കണം അല്ലേ, എൻ്റെ ഒരു അറിവിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മളെല്ലാം കുളിച്ച് ഫ്രഷായി. വിളക്കത്തിച്ചില്ല, ജസ്റ്റ് എനിക്ക് പീരീഡ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ വിളക്കത്തിച്ചില്ല, ഞാൻ 7 days കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കാറുള്ളൂ. ജസ്റ്റ് ധൂപത്തിരി ഞാൻ ഒന്നും കത്തിച്ച് വെച്ചു വീടിനകത്തൊക്കെ ഒന്നൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ 7 മണി കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയപ്പോൾ ഇനി ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ കാര്യമില്ല. ഇനി നമ്മളെന്താ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി വലിച്ചു നീട്ടുന്നില്ല വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും എനിക്ക്. പിന്നെ അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഒന്നും ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി നടക്കട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ലോഗ്സ്.